ഹലോ ഗായ്സ്, ഞാനാണ് സഹോദരിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു ദിവസത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. സംഭവം വെച്ചിട്ട് വേണമെന്നില്ല, ഇവിടെ ഒരു ചെറിയ പരിപാടിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ലെവലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് ഇവിടെ ഈ സംഭവം ആക്കാം തന്നെ ഞാൻ പറയാം. അപ്പം ഏതായാലും വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ ഈ സംഭവം എന്താ ചെയ്യുന്നത്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് പറയാൻ വേണമെന്നില്ല. അപ്പം ഇതാദ്യം തന്നെ പറയുകയാണ്, എപ്പോഴും ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, നമ്മൾ കുറേ സമയം ആദ്യം തന്നെ ഇങ്ങനെ വെറുതെ ഒരു പണിയില്ലാതെ നടന്നിട്ട് നമ്മുടെ വീഡിയോ ലോങ് ആയിപ്പോകും. അപ്പോൾ ഞാൻ ഈ വെച്ചിട്ട് വേറെ നലീസ്, നമ്മൾ ഇന്ന് ആദ്യം തന്നെ പരിപാടി നമ്മൾ പറയാൻ വേറെ നലീസ്, നമുക്ക് ഇപ്പോൾ കണ്ടു നമ്മുടെ ഷീപ്പ് ഫാം ഇവിടെ ഇല്ല. കാരണം ഇവിടെ ഷീപ്പ് ഫാം നമുക്ക് കളയേണ്ടി വന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാനിനി കാണിക്കുന്നത് നമ്മുടെ ഷീപ്പ് ഫാം കളയേണ്ടി വന്നതല്ല, ഈ വഴിയും കണ്ട് ഒരു ചെന്നായി ഇവിടെ കയറിയിട്ട് നമ്മുടെ ആടുകളെ മൊത്തം കൊന്നുകളഞ്ഞ്. നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കുറേ എണ്ണം ഓടിപ്പോയി. അത് വേറെ കാര്യം. അവിടെയൊക്കെ നിൽപ്പുണ്ട്. എൻ്റെ ഒരു ചുമന്നയാട് ഇവിടെ കണ്ടുണ്ട്. അത് ഞാൻ നോക്കട്ടെ. എൻ്റെ ഒരു ചുമന്നയാണ്. നമ്മളൊന്ന് ഡൈ വെച്ച് വിട്ടൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അതെന്തായാലും പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞ വേറെ നിരീക്ഷ, നമുക്ക് ആ ഒരു ഷീപ്പ് ഫാം ഉണ്ടാക്കും. ഷീപ്പ് ഫാം മാത്രമല്ല, നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് എന്താ ഷീപ്പും വേണം, ആ ഒരു പന്നീനെ വേണം, ഈ പറഞ്ഞ മാതിരി പശുവിനെ നമുക്കാക്കണം. അപ്പം ഇതെല്ലാം കൂടെ ഉള്ള ഒറ്റ ഫാം നമുക്ക് സെറ്റപ്പ് ആക്കണം. അത് ഈ ഭാഗത്തൊന്നുമല്ല, ഒരു കുറേ ആളുണ്ടല്ലോ ഈ ഭാഗത്തുനിന്ന്. ഞാൻ ഇപ്പം നേരത്തെ നിന്ന് ആ ലെവലായിക്കൊണ്ടിരുന്ന ഭാഗത്താണ് നമ്മൾ ഈ സംഭവമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ ആടിനെ വലിച്ചോണ്ട് കിട്ടുന്ന ആടിനെ വലിച്ചു ഇത് പിടിക്കാൻ പറ്റും. കോഴിനെ പിടിക്കാൻ പറ്റും. കൊള്ളാൻ പറ്റും. ഒരു കോഴി ഇരിക്കട്ടെ, ഇതൊന്നുമില്ല. പൊട്ടിപ്പോയി. എൻ്റെ പൊന്നി ആടെന്തോന്ന് വരാത്തെ, ഇങ്ങോട്ട് നമ്മൾ ചുമന്നയാണ്. എൻ്റെ ചുമന്നയാണ് എനിക്ക് വേണം. നമ്മുടെ ലഡില്ല. തറക്കാലം ഇത് മതി. ഇതിനെ പിടിക്കാൻ പറ്റാതെ എന്നിട്ട് ലഡ് ആടിനെ പിന്നെ പിടിക്കാൻ കഴിയും. ഇപ്പം ആടിനെ പിടിക്കാൻ വന്നാൽ പണി കിട്ടും. പണിയെന്ന് വെച്ചാൽ അമ്മായി വേണ്ടിയിട്ട് കാണും. നമ്മളിപ്പോൾ വേറെ എവിടെ എത്തിയേക്കുന്നത്, നമുക്ക് വേറെ പോയിട്ട് നമ്മൾ ആ ഒരു ഒന്ന് കിടന്നുറങ്ങാതെ ഇരുട്ടായിട്ടുണ്ട്. എൻ്റെ പൊന്നിടാതൊന്നും പറയണ്ട. ഇമാരൊക്കെ അങ്ങ് തീർത്തിറങ്ങാൻ ഇമാരെ അങ്ങനെ അങ്ങ് തീർത്തിറങ്ങാം. നീ വേടാ തീർച്ചയായും നമുക്ക് ഇവരെ കൊല്ലാതെ നമുക്ക് ഈ ഒരു ഫെൻസ് മൊത്തം നമുക്ക് എടുക്കണം. കാരണം ഈ ഫെൻസിൻ്റെ ആവശ്യം നമുക്ക് വരും. കാരണം നമുക്കിനി ആദ്യം വെറുതെ വേറെ ക്രാഫ്റ്റ് ആക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുതിയൊരു ഇതിനെ കിട്ടിയ. കാരണം ഇവിടെ നമ്മുടെ ആടിനെയൊക്കെ കൊന്നു നമുക്ക് ഈ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഇനി ഇടയ്ക്ക് കൊല്ലാൻ പോലും പറ്റിയില്ല. അമ്മ ഇതിനെല്ലാം തീർത്ത് കളഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും ഞാനിത് കണ്ടുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഇവനെ കൊന്നു കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇവനെ പിടിച്ചിട്ട് ഞാനങ്ങ് ടൈമാക്കി. എൻ്റെ ഉണ്ടായിരുന്ന ഒരു ബോർഡും വെച്ചിട്ട് എന്നിട്ട് ഇതാണ് നമ്മുടെ ചാർലി അത് തന്നെ, ഇത് തന്നെ നമ്മുടെ ചാർലി ജൂനിയർ. ഇതാണ് കേട്ടോ. എൻ്റെ ആ യെല്ലോ ബാഡിയെ മാറ്റിയിട്ട് ഗ്രേ കളറാക്കി. യെല്ലോ ബാഡിയെ മാറ്റി എന്നിട്ട് ഇവരുടെ ടീമായി ഇവർ വീടായിട്ടാണ്. ഇവിടെ ഈ ഒരു പട്ടിയും പിന്നെ എവിടാ എന്ത് മറ്റേ അതോ ഇവിടെ ഇരിക്കുന്ന ഇവനും ഉണ്ടായത്. എന്ത് ചെയ്യാം, ഇവന് ഫുഡ് കൊടുത്തല്ലോ. കുഴപ്പമില്ല. അപ്പം അതെന്ന് ചോദിച്ചാൽ പറഞ്ഞുള്ളൂ. നമുക്ക് നേരെ പോയിട്ട് പരിപാടി അങ്ങ് തുടങ്ങിയേക്കാൻ വേണമെന്നില്ല. ടൂൾസ് നമ്മുടെ ഇഷ്ടംപോലെ ടൂൾസൊക്കെ ഉണ്ട്. ഒരു ആക്സ് എടുക്കണം. പിന്നെ ഈ ഒരു സോഡ് നമുക്ക് വേണം. കാരണം സോഡ് അത്യാവശ്യമാണ്. സോഡ് തീരാനായി, അതുകൊണ്ടൊരു സോഡ് ഇങ്ങനെ കൈവെക്കാം. പിന്നെ ഷവല്, പിന്നെ ഒരൊറ്റ പിക്കാക്സ് കൊണ്ടിട്ട് ഇതാക്കാം. എല്ലാം എടുക്കുന്നുള്ളൂ. പിന്നെ ഫെൻസ് നമുക്ക് ഇവിടെ തൽക്കാലം ഇപ്പോൾ എടുക്കാം. തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഫെൻസ് കാര്യങ്ങൾ എടുക്കാം.
വെച്ചിട്ട് ഇങ്ങനെ വെറുതെ വെച്ചാണ് രണ്ട് കോബിൾ സ്റ്റോൺ കൂടെ ഉണ്ടാക്കാം. വെറുതെ വെച്ചാട്ടോ ഇവിടെ വഴിയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വെച്ചാണ്. ഓക്കെ, ആ ഫെൻസ് നമുക്കിപ്പോൾ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? ഈ 30 ഫെൻസ് അടിപൊളി. പിന്നെ നമ്മുടെ ബീട്രൂട്ട്, പിന്നെ നമ്മുടെ ഇത്, പിന്നെ നമ്മുടെ തണ്ണിമത്തൻ 2 എണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്നും ആവുന്നില്ല. തണ്ണിമത്തൻ കിട്ടിയാലും ഓക്കെ, തണ്ണിമത്തൻ സെറ്റായി. നമുക്ക് തൽക്കാലം ഫെൻസാണ് വേണ്ടത്. ഇത് മതി. അല്ല, ഇത് വർക്കുണ്ട്. അടുത്തുള്ളതൊന്നും വർക്കുണ്ട്. ഇവിടുന്ന് വർക്ക് ഉണ്ടാക്കി പോകണം. ഓക്കെ, ഇതും എടുത്തേക്കാം. ഓക്കെ, വേഗം പോവാ. ഹെൽത്ത് ഒന്നും കൊണ്ട. ഓക്കെ, എവിടെ എൻ്റെ സ്ഥലം? നമുക്ക് കുറച്ച് ഫുഡും കൂടെ വേണമായിരുന്നു. ആൾക്കാർ ഫുഡ് എടുക്കാം. ആ സീഡ് എടുത്തത് നട്ട് വെച്ചിട്ട് പോകാൻ പിന്നെ എളുപ്പമുണ്ടല്ലോ. ഓക്കെ, നമുക്ക് എത്ര ബീട്രൂട്ട് കിട്ടി? 14 ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര സീഡ് കിട്ടി. ബീട്രൂട്ടൊന്നും അല്ല, അത് വേറെ കാര്യം. പിന്നെ നമുക്കൊന്ന് തിന്നാൻ വേണം. 27 ഉണ്ടായിരുന്നു. നമുക്ക് വേഗം പോയിട്ട് 27 മാറ്റിയിട്ട് ബാക്കി ഉണ്ടാക്കാം. ഇവിടെ ഓക്കെ, ഫെൻസ്. ഞാൻ പ്ലാൻ ആക്കിയില്ല. അത് ഞാൻ 2 ദിവസമായിട്ട് ഈ ഒരു മൈൻക്രാഫ്റ്റ് നമ്മൾ കളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഭയങ്കര മറവി. നമ്മൾ താമസിച്ചാണ് ഇപ്പോൾ വീട് ഇങ്ങനെ വെച്ചാൽ പ്രത്യേകിച്ച് ഉപകാരമില്ല. അങ്ങനെ വെച്ചാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമുക്ക് ഒരു ലെയറും കൂടെ വെക്കാൻ തോന്നിയത്. അതായിരിക്കും ഇവിടെ വെച്ച് ഇവിടെ ഒരു ലെയറും കൂടെ വെച്ചാൽ ഇതിനകത്ത് പന്നികളെങ്ങാനും വളർത്തിയാലോ? പന്നി കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. നമുക്ക് പന്നികളെ വളർത്താനകത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്ര സ്ഥലം ഇട്ടിട്ട് ഈ ഒരു ഫെൻസ് ഒന്ന് പൊളിക്കും. ഓക്കെ, സെറ്റ്. ആ ഫെൻസ് പൊളിച്ചിട്ടുണ്ട്. എടേ, നീ ഇപ്പം കേട്ടോ എൻ്റെ കരികളാ. ഞാൻ അങ്ങോട്ട് പോകുന്നു. തൽക്കാലം നമുക്കൊരു വാതിൽ ഇവിടെ ഉണ്ട്. നമ്മുടെ കയ്യിലൊരു വാതിൽ വരുന്നത്. അതല്ലേ, ഈ ഒരു വാതിൽ നമുക്ക് ഇവിടെ പിടിപ്പിക്കാം. ഇവിടെ പിടിപ്പിക്കാം. ബഗ്ഗാണോ അതോ ഞാൻ ഇങ്ങനെ നിന്നോണ്ടാന്ന് നമുക്ക് ഇങ്ങനെ പിടിപ്പിക്കാം. ഓക്കെ, സെറ്റ്. വാതിൽ വേണം. ചത്തില്ല. ചാളി പോയി. ഇവന്മാർക്ക് ഇതിന് പിന്നെ പേര് വേണം. നിങ്ങൾ പിന്നെ ഇതിനൊരു പേര് വേണം. നമ്മുടെ കുതിരയ്ക്കാണ് മെയിനായിട്ട് പേര് വേണ്ടത്. അത് ഞാൻ ഈ കുതിര കൊണ്ടായിട്ട് ഞാൻ എന്തിനാണ് വേഗം നമ്മൾ എവിടെയെങ്കിലൊക്കെ ദൂരെ പോകുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നേക്കുന്നു. ഫുഡ് വെച്ചായിരുന്നു. ഇത് കുറേ എന്തൊക്കെ ഞാൻ വെച്ചായിരുന്നു. കോപ്പർ വെച്ചായിരുന്നു. ഇതിനകത്ത് സ്റ്റോൺ ആക്കാൻ പറ്റുമോ? ഇതിനകത്തൊന്നുമില്ല. ഓക്കെ, ഇടയ്ക്കിടെ നോക്കാം. ഞാൻ കുറച്ച് ദിവസം അതിനകത്ത് കയറിയിട്ട് അതുകൊണ്ടാണ്. അത് നമുക്ക് നേരെ പോയിട്ട് മുട്ടുണ്ടോ നമ്മുടെ കയ്യിൽ? ഒരു വാതിലാക്കണമായിരുന്നു. അതിന് വേണ്ടിയാണ് ഈ പ്ലാങ്ക്. സ്റ്റിക്കില്ലല്ലോ നമ്മുടെ കയ്യിൽ. നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചുണ്ടാക്കാം. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടംപോലെ സ്റ്റിക്ക് ഉണ്ടാക്കാനോ വെച്ചിട്ട് നമുക്ക് ഒരു ഇതുണ്ടാക്കണം. ഏതെന്ന് വെച്ചാൽ നമ്മുടെ വാതിൽ മൂന്നെണ്ണമൊക്കെ ധാരാളം. ഓക്കെ, നമുക്ക് വാതിലുണ്ടാക്കാലോ. ഇതിനകത്ത് ഈ അമ്മമാരൊക്കെ കൊണ്ടുവന്നിടണം. വേറെ കാര്യം. നീ വീണ് തിന്നു. ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ നീ ഒരു കാര്യം
നോക്കാവേ. കമോ. ഇവിടെ നിനക്ക് വേണ്ടി ഉള്ളതല്ല, സോറി മാറിപ്പോയി. നീ ഇവിടെയല്ല, നീ ഇവിടെയാ. നീ ഇവിടെ കിടന്നു. ആദ്യത്തെ പന്നി റെഡി. ആദ്യത്തെ പന്നി റെഡി. ഇനി നമുക്ക് കണ്ണാണ്ടിരുന്നുണ്ടോ? അയ്യേ, അവൻ ഞാൻ പോയി. ഇനി നമ്മൾ പരിപാടി അടുത്തന്നെ പിടിക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ മൊത്തം വൃത്തിയാക്കിയിട്ട് നമ്മൾ ആ ഒരു സീഡ് ഇല്ലാണ്ടല്ല ടേസ്റ്റ്. അപ്പം തൽക്കാലം പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. പൊയ് വെച്ചൊന്ന് കിട്ടിയാലോ. ഓഹോ, ഒരു സീഡ് കിട്ടി. 2 കിട്ടി. ഒരു സീഡ് എടുത്ത് നമുക്ക് നമ്മുടെ കൈ പിടിക്കാം. ബീറ്റ്റൂട്ട് സീഡും ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. നമ്മുടെ കുറേ മാപ്പൊക്കെ കിട്ടിയ സീഡുണ്ട്. മാപ്പ് അത് കാണിച്ചു തരാം. ഞാൻ ഇന്ന് മറന്നു പോയില്ല, ഇങ്ങനെ കാണിച്ചു തരാം ഗൈസ്. എവിടെ നിന്നില്ല കോഴി ഓടിയാണ്ടായിരുന്നില്ല. എവിടെ അമ്മയൊന്നുമില്ല. വന്നേ കൊണ്ടുവരട്ടെ. മെല്ലെ കോഴികളെല്ലാവരും വരൂ. എവിടെ ആരെങ്കിലും ഉണ്ടോ? ആടിനെ പിന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് മൊത്തം ആടാണ്. ആ പശു കൂടിയുണ്ട്. അപ്പം 2 പശുവിനെ ഒരു ആടിനെ കിട്ടിയാൽ സെറ്റാക്കാന്നേ ഉള്ളൂ. ഇതിനകത്തോട്ട് വരാൻ പറ. നമുക്ക് 2 ആയാലും കൊടുത്താൽ നമുക്ക് അന്നേരം. അയ്യോ, വാതിൽ വെച്ചില്ല. ഓക്കെ, സെറ്റ്. അവിടെ കിടന്നു. ഓക്കെ, നമുക്കിനി പശുവിനെ കൊണ്ടുവരണം. പശുവിനെ കൊണ്ടുവരാൻ നമ്മുടെ ആകെ ഉള്ളത് ലെഡാണ്. ഈ ലെഡ് വെച്ച് നമ്മൾ പശുവിനെ കൊണ്ടുവന്നാൽ മതി. പശുവിന് ഒരു കാര്യമുണ്ട്. നമുക്ക് പശുവിനെ ഇടുന്ന സമയത്ത് ഇവിടെ തന്നെ നമ്മൾ പശുവിനെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. പശുവിനെ ഇടും. പിന്നെ ആടിനെ ഇടാൻ വേണ്ടി ഈ 17 ഇതുള്ളതിനകത്ത് പണി ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തന്നെ പണിയാൻ തോന്നുന്നത്. അതേ ഉള്ളു വഴി. നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ പണിയാം. എന്നിട്ട് നമുക്ക് അപ്പുറത്തൊരു വാതിൽ വെച്ചാൽ മതി. ഓക്കെ, സെറ്റ്. അത് നല്ല കാര്യം. വലിയ നമുക്ക് സ്ഥലം ഇനി കളയാൻ പറ്റില്ല. ഇനി സമയം പോകും വെറുതെ. ഇതിനകത്തൊക്കെ ആയാലും കുഴപ്പമില്ല, സീനൊന്നുമില്ല. നമുക്ക് ആദ്യം ഒരു പശു, നമുക്ക് ആദ്യം ഇന്ന് തൽക്കാലം ഒരു 2 മൃഗങ്ങളെ മാത്രമേ ഞാൻ തരാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു എല്ലാങ്ങളെയും ബ്രീഡാക്കണം. 2-3 പേരെയൊക്കെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരും പുറത്തൊക്കെ ചെയ്യണം. അടിപൊളിയാകും. ഇങ്ങനെ ആക്കിയതൊക്കെ നല്ല രസമുണ്ട്. കാരണം നമുക്ക് അവിടെ അത്രയും കളയേണ്ട സ്പേസ് കളയുന്ന പോലെ തോന്നത്തില്ല നമുക്ക് പശുവിന്. അതിനകത്ത് എടി ഇങ്ങോട്ട് പാടേ. ഇവിടെ അതിനകത്തല്ലടാവോ. ഇവിടെ നീ എന്നെ ഈ പശു എന്നെ അതിനകത്തൊക്കെ ഒന്നാ എല്ലാവരും മാലതി പറഞ്ഞു ഇങ്ങോട്ട് വരെ. അത്രയേ ഉള്ളൂ. ഇവൻ പോയി. അവിടെ ഇങ്ങോട്ട് നീ ഇങ്ങോട്ടാ പോന്നെ. ഇങ്ങോട്ട് പോ. ഇനി ഇവിടെ ഇട്ടിട്ടുള്ള ബാക്കി കാര്യം ഓർക്കണം. എങ്ങോട്ട് പോകും? എന്നിട്ട് ഞാൻ ഒരു എവിടെ വെച്ചത്? ഞാൻ എവിടെ വെച്ചത്? എൻ്റെ എടുത്തുകൊണ്ട് അവിടെ കിടക്കുന്നു. എൻ്റെ പൊന്നടാ, എടുക്കുന്ന ഇതിലൂടെ പോകണ്ടല്ലോ. അതും കിട്ടത്തില്ല. തൽക്കാലം 3 ലെട്ടുണ്ട്. ഒരാടിനെ കൂടെ പിടിച്ച് കൊണ്ടിടാം. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അയ്യോ പൊന്നടാ, ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ മറന്നു പോയി. അപ്പോൾ നമുക്ക് ആളുണ്ടായിരുന്നല്ലോ. എടുക്കാൻ പറ്റുന്നത് ഫെഞ്ച് എടുക്കാൻ പറ്റുന്നില്ല. ഫെഞ്ചല്ല, മറ്റേ ലെഡ് എടുക്കാൻ പറ്റുന്നില്ല. അതിന് അയ്യോ, ഞാൻ മറ്റേ സാധനം വെച്ച് അടിച്ചു. ഇപ്പം ചത്തു പോയാൽ എവിടെ സാധനം ചെയ്താ? പക്ഷെ മാറാണ്ട് പിന്നെ കൊല്ലും കേട്ടോ. എനിക്ക് അവനെ കൊന്നില്ല ശരിയാവില്ല അല്ലേ? ദേഷ്യം വരും. 2 ആടെങ്കിൽ 2 ആടല്ലേ. ഇങ്ങോട്ട് കയറി, ഇങ്ങോട്ട് രണ്ടും കയറിയോ അത്രേ ഉള്ളൂ. നിനക്കൊക്കെ വീട്ടിൽ പിന്നെ നിനക്ക് തരാവേ. ഇത് പൊട്ടിക്കണമല്ലോ. ഓക്കെ, പൊട്ടി.
നമുക്ക് ഇത്രയും ഇതാ സെറ്റപ്പ് ആയിട്ടുണ്ട്. കോഴിയുടെ പന്നി ഇവിടെ എല്ലാം ഉണ്ട്. ഈ പന്നിക്കും കൂടെ ഒരു പേരിനെ കിട്ടണമെന്നുണ്ട്. മുട്ട കിട്ടി. വീട്ടിൽ എടുക്കാം. ഇനിയോ എൻ്റെ മോനെ ഇഷ്ടം പോലെ ആ ഒരു വീറ്റും സീഡും കിട്ടിയിട്ടുണ്ട്. നമുക്ക് തൽക്കാലം നമുക്ക് ആ ഒരു സീഡ് നട്ട് വെക്കണം. ഒറ്റ മോനെ എത്ര സീഡാണ് കിട്ടിയത് നോക്കി. ഇങ്ങനെ വീറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ആക്കി കിട്ടും. ഇപ്പൊ കാണിച്ച് വീറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അത് നോക്കാൻ നമുക്ക് സീഡ് കാണാം. ഇപ്പൊ കോഴി ഇവിടെ നിന്ന് ഇവിടെ കോഴി കണ്ടില്ലെന്ന് തോന്നുന്നു. ആ ഞാനില്ല. കൊണ്ട് തരൂല അത്രയേ ഉള്ളൂ. വന്ന സ്ഥിതിക്ക് നമ്മളൊന്നും കൊടുക്കാതെ. അയ്യോ എൻ്റെ പൊന്നോ, ഞാൻ ബായും പിക്കാക്സ് എടുത്തായിരുന്നു. നല്ല കാര്യത്തിൽ ഞാൻ പിക്കാക്സ് എടുത്തു. ഞാൻ ആ ഹൊയ്ക്കും എടുത്തു. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടായിരുന്നു. എനിക്കറിയാം ഞാൻ എന്തൊക്കെ അബദ്ധങ്ങൾ കാണിക്കുന്നു. പക്ഷെ എല്ലാ അബദ്ധങ്ങളും എനിക്ക് നേരത്തെ മുൻകൂട്ടി ഊഹിക്കാൻ പറ്റത്തില്ല. ഈ മറന്നു പോലും അങ്ങനത്തെ കാര്യമൊക്കെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഈ സ്ഥലത്തെ വീറ്റ് എടുക്കണം. അങ്ങനെ എടുത്തേക്കല്ലേ. ഇതിനൊരു എടുക്കലായി പോയി. ഒരു വീട്ടിലൂടെ മൊത്തം വെക്കാൻ ചന്നും പിന്നെ ഒന്നും നോക്കണ്ട. ഓക്കെ, വീറ്റെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് എടുക്കണമെന്തേ. വീറ്റ് ഇതിനകത്തൂടെ കുറേ കിടപ്പുണ്ടായിരുന്നല്ലേ പോയോ. ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഷുഗർക്കേൻ അത്യാവശ്യമായിട്ടും വരും. കാണേ നമുക്ക് ആ ഒരു ഇതുണ്ടാക്കാമല്ലോ. ഏത് പേപ്പർ വേണമെന്നുണ്ടാക്കാം. ഓ ടണ്ണിമട്ടനായി. ഈ ആക്സ് വെച്ചെടുക്കുമ്പോൾ തോന്നുന്നു ഷവർ വെച്ചെടുക്കാം. ആക്സ് വെച്ചെടുക്കുന്നത് പെട്ടെന്നാകുന്നുണ്ട്. കണ്ടോ, ഇതെന്താണ് ഈ ശരിക്കും അറിയാൻ പാടില്ല. ഇവിടെ തന്നെ ആവാത്തത് ഈ ഒരു വരികയും. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്ന നമ്മൾ ഒരു എന്താ പറയുക, ഒരു ബ്രെഡ് തിന്നുകൊണ്ട് നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം. ബ്രെഡ് ആക്കാൻ പറ്റില്ല. ഫുഡ് ഐറ്റംസ് എങ്ങനെ ആകുന്നത് എനിക്കറിയാൻ പറ്റില്ല. ബ്രെഡ് എന്തേ തന്നു. ബ്രെഡ് ഇല്ലേ? അതിൻ്റെ പരിപാടി. ബ്രെഡ് ഇല്ലേ? നമുക്ക് ബ്രെഡ് ആക്കാൻ പറ്റിയ എനിക്ക് മറന്നു പോയി. അതിലിരിക്കും. ഇവിടെയാണ് ഫുഡ് ഐറ്റംസ്. നമുക്ക് ഇത് മൊത്തം ബ്രെഡ് ആക്കാം. നമുക്ക് സ്റ്റോക്കിംഗ് സിസ്റ്റം വേണം. മനസ്സിലായി. നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. ഫുഡിൻ്റെ സ്ഥലത്ത് പോയിട്ട് ഇവിടെ ഓൾറെഡി 5 ബ്രെഡുണ്ട്. അതിനകത്തോട്ടെടുത്ത് ഈ സാധനങ്ങളൊക്കെ പിന്നെ ഈ ഫുഡ് ഐറ്റംസ് കിട്ടിയതൊക്കെ നമ്മളിങ്ങനെ നിരത്തി വെക്കണം. ഇവരുടെ മുട്ട തണിമത്തം കുറേ കിട്ടിയായിരുന്നു. അങ്ങോട്ട് പോട്ടെ. ഓക്കെ, പിന്നെ എന്താണ് കിട്ടിയത്? പിന്നെ കിട്ടിയത് സീഡ് ഇവിടെ പിന്നെ കാണിച്ച് എനിക്കൊരാണ് വെറുതെ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നതാണ്. ലെതർ നമ്മുടെ കയ്യിലില്ലെന്ന് തോന്നുന്നു. ലെതറെങ്കിൽ ലെതർ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഫെതർ അവിടെ ഇരിക്കട്ടെ. പിന്നെ എന്താണ് ഷോക്കിൻ
25 നമ്മൾ ഈ മാപ്പ് ഉണ്ടാക്കിയായിരുന്നു. ഈ മാപ്പിനകത്ത് തന്നെ ഉള്ളതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ കൈ പിടിച്ചു ഇത് മാപ്പായിരുന്നു. ഓ നമ്മൾ നിങ്ങൾ മാപ്പിൻ്റെ ഏതായാലും ഞാനിപ്പം മാപ്പിൻ്റെ സംവിധാനം കാണിച്ചു തരാം. നമ്മുടെ വീട് രാത്രി ആയിട്ടുണ്ട്. ഏതായാലും ഞാൻ മാപ്പിൻ്റെ സാധനം കൂടെ കാണിച്ചു തന്നത് നിങ്ങളെ. നമ്മുടെ അണ്ടർഗ്രൗണ്ടിൽ ഞാൻ ഇങ്ങനെ ഉള്ളത് എനിക്ക് ഈ മാപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു മാപ്പിനുള്ള സംവിധാനം ഈ മാപ്പ് പോലെ ഞാൻ ആക്കി. അതായത് നമ്മുടെ അപ്പുറത്തെ വില്ലേജിൽ ആ ഒരു ഈ മാപ്പ് ഉണ്ടാക്കുന്ന ഒരു ടേബിളില്ല, അതുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കി വെച്ചു. ഇത് എവിടെയായിരുന്നു ഞാൻ മറന്നു. എവിടെയാണ് അല്ല മറ്റേ സാധനമില്ലേ ഏത് മറ്റേ ഇതില്ല. അതാ ഇത് കൂട്ടി ഞാനൊന്നുണ്ടാക്കിയതുണ്ട്. ഈ സാധനം ഇതിൻ്റെ പേരെന്തായിരുന്നു? കാർട്ടോഗ്രാഫി ടേബിൾ. ഈ സാധനം ഞാൻ അവിടെ കണ്ടു. എന്നിട്ട് ഞാനിത് കൂട്ടൊന്നും ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അതോ? അതെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയായിരുന്നു. അത് എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത്? അത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണെന്ന് തോന്നി. അത് ഞാൻ ഉണ്ടാക്കിയത് അല്ലാതായിരിക്കാൻ വഴിയില്ല. പിന്നെ അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. മണ്ടയ്ക്കോട്ട് കയറിപ്പോയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനത്തെ രാത്രി ആയിട്ടുണ്ട്. അപ്പം അയണൊക്കെ വീട്ടില്ലേ 27 അയൺ. പിന്നെ ഇതൊക്കെ ഞാൻ ട്രേഡറിന് കൊടുക്കാനുണ്ടായി. ട്രേഡർ ഡീസോണായിപ്പോയി. എൻ്റെ ബുക്ക് കിട്ടിയിട്ടുണ്ട്. ബുക്ക് ഞാൻ ഷോക്കേം വെച്ചുണ്ടാക്കിയതാണ്. എന്നത്തെ വെറുതെ ഉണ്ടാക്കിയതാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ടേബിൾ ഞാൻ ഉണ്ടാക്കുള്ളതായിരുന്നു. ഇതുണ്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്നത്? അതാണ് ഇത്രയും മതി ഈ സാധനം ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ സെറ്റപ്പായിട്ട് സാധനമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ ആയിട്ട് നമുക്ക് ഇൻട്രോ അല്ല, ഒരു വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എനിക്കറിയാം കുറച്ചും കൂടെ ഒരാളെ കൊന്നിട്ട് തുടങ്ങിയത് ഇവരെങ്കിലും ബ്രോ കൊന്നു. ക്രീപ്പർ വേണ്ട, അത് വേണ്ട. ഇവനേതാ പീക്കിരിയാണോ? ഒരു പീക്കിരി ഉണ്ടായിരുന്നു, കണ്ടില്ല. ഓക്കെ, അപ്പോൾ കൊള്ളാം. ഏതായാലും ഇൻട്രോ നമുക്കൊന്ന് പറയാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൊള്ളാലേ ഈ പരിപാടി. ഇവിടെ നമ്മുടെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ വരെ അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഒരിക്കലും ബാക്കിൽ ക്രീപ്പറിനെ കൊണ്ട് ഈ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ടു ഞാൻ പറഞ്ഞില്ലേ എനിക്കെന്തോ പറ്റി. വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇങ്ങനത്തെ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പം അടുത്തൊരു പുതിയ കണ്ടൻറ്റുമായിട്ട് അടുത്തൊരു പുതിയ കണ്ടൻറ്റായിട്ട് പിന്നെ വരാം. അപ്പോൾ വീഡിയോ ഉണ്ടായാലും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അതുകൊണ്ട് സബ് ചെയ്ത് നമുക്ക് 100 സബ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നമുക്കിനി 1K എങ്ങനെ അടിക്കണം ഗൈസ്? അത്രേ ഉള്ളൂ, 1K അടിക്കണം. നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഉറപ്പാൻ പറ്റും. 1K എങ്ങനെയായാലും നമുക്ക് 1K അടിക്കണം ഗൈസ്. ഓക്കെ, അപ്പം എല്ലാവരും അറഞ്ച സബ് ചെയ്സ്. ഓക്കെ, അപ്പം ഞാൻ ചാർലിയുടെ ശവകുടീരത്തിൻ്റെ അവിടെ വന്നിരുന്നിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, അങ്ങ് സബ് ചെയ്ത് അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.